ഫിത്തുർ സക്കാത്ത് സംശയങ്ങളും മറുപടിയും. എന്താണ് ഫിത്തുർ സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം? ഫിത്തുർ എന്നാൽ നോമ്പ് തുറക്കുക എന്നാണ് അർത്ഥം. റമദാൻ വ്രതം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതിനാൽ ഈ പേര് വന്നു. ഇതിന് സക്കാത്തുൽ ബദൻ അഥവാ ശരീരത്തിൻ്റെ സക്കാത്ത് എന്നും അർത്ഥമുണ്ട്. ഫിത്തുർ സക്കാത്ത് നിയമമാക്കപ്പെട്ടത് എന്നാണ്? ഹിജ്റ 2-ാം വർഷം. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട അതേ വർഷത്തിലാണ് ഫിത്തുർ സക്കാത്തും നിയമമാക്കപ്പെട്ടത്. എന്താണ് ഫിത്തുർ സക്കാത്തിൻ്റെ പ്രധാന ലക്ഷ്യം? 2 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, നോമ്പുകാരനുണ്ടായ അനാവശ്യ വാക്കുകൾ, വീഴ്ചകൾ എന്നിവയിൽ നിന്നുള്ള ശുദ്ധീകരണം. 2, പെരുന്നാൾ ദിവസം പാവപ്പെട്ടവർക്ക് വിശപ്പകറ്റാനുള്ള ഭക്ഷണം ഉറപ്പാക്കൽ. ഇത് നിർബന്ധമാകാൻ പ്രായപൂർത്തി തികയിൽ നിർബന്ധമുണ്ടോ? ഇല്ല. ചെറിയ കുട്ടികൾക്കും ഭ്രാന്തന്മാർക്കും വരെ ഫിത്തുർ സക്കാത്ത് നിർബന്ധമാണ്. അവരുടെ രക്ഷിതാക്കൾ അത് നൽകണം. ഫിത്തുർ സക്കാത്ത് നൽകൽ നിർബന്ധമാകുന്ന സമയം ഏതാണ്? റമദാനിലെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി അഥവാ പെരുന്നാൾ രാവ് പ്രവേശിക്കുന്നതോടെയാണ് നിർബന്ധമാകുന്നത്. പെരുന്നാൾ രാത്രി സൂര്യൻ അസ്തമിച്ച ശേഷം ജനിച്ച കുട്ടിക്ക് സക്കാത്ത് നൽകണോ? വേണ്ട. റമദാനിലെ അല്പസമയവും ഷവ്വാനിലെ അഥവാ പെരുന്നാൾ മാസത്തിലെ അല്പസമയവും ഒരാൾ ജീവിച്ചിരുന്നാൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ. പെരുന്നാൾ രാത്രി മഗ്‌രിബിന് തൊട്ട് മുമ്പ് മരിച്ച വ്യക്തിക്ക് സക്കാത്ത് നൽകണോ? വേണ്ട. സൂര്യൻ അസ്തമിച്ച് ഷവ്വാൽ മാസം പ്രവേശിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടതിനാൽ അദ്ദേഹത്തിന് സക്കാത്ത് നിർബന്ധമില്ല. ഗർഭസ്ഥ ശിശുവിന് സക്കാത്ത് നൽകൽ നിർബന്ധമുണ്ടോ? ഇല്ല. ജനിച്ച കുട്ടികൾക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. ആർക്കാണ് നിർബന്ധം? അനുയോജ്യമായ വീട്, ആവശ്യമായ പരിചാരകൻ, കടം വീട്ടാൻ ആവശ്യമായ ധനം, പെരുന്നാളിൻ്റെ രാപ്പകലുകളിൽ തനിക്കും താൻ ചെലവ് നൽകാൻ നിർബന്ധമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണം, വസ്ത്രം എന്നിവക്കാവശ്യമായതിലധികം ധനമുള്ളവർക്കാണ് ഫിത്തുർ സക്കാത്ത് നിർബന്ധമുള്ളത്. മേൽ ആവശ്യങ്ങൾ കഴിഞ്ഞ് കറൻസിയോ ധാന്യമോ ബാക്കി വേണമെന്നില്ല. ഒരാളുടെ ഉടമയിലുള്ള മൊത്തം സമ്പത്തിൽ നിന്ന് മേൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നത് മാറ്റിവെച്ചാൽ മിച്ചമുണ്ടോ എന്നതാണ് മാനദണ്ഡം. വലിയ പണക്കാർക്ക് മാത്രമേ ഫിത്തുർ സക്കാത്ത് ബാധകമാവൂ എന്ന ധാരണ ശരിയല്ല. സക്കാത്തിന് അവകാശിയായവർക്കും ചിലപ്പോൾ സക്കാത്ത് നിർബന്ധമായേക്കും. സ്വന്തം ആവശ്യത്തിനുള്ള വീട്, വസ്ത്രം എന്നിവ ഒഴിവാക്കി ബാക്കിയുള്ളവർക്കെല്ലാം സക്കാത്ത് നിർബന്ധമുണ്ടോ? അതെ. അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് മിച്ചമുള്ള ആർക്കും സക്കാത്ത് നിർബന്ധമാണ്. ഒരാൾക്ക് തൻ്റെ ഭാര്യയുടെ സക്കാത്ത് നൽകൽ നിർബന്ധമാണോ? അതെ. ഭാര്യയുടെ ചെലവ് ഭർത്താവിന് നിർബന്ധമായതിനാൽ സക്കാത്തും ഭർത്താവ് നൽകണം. പിതാവ് ജീവിച്ചിരിക്കെ പേരക്കുട്ടികളുടെ സക്കാത്ത് നൽകേണ്ടത് ആരാണ്? പേരക്കുട്ടികളുടെ പിതാവിന് കഴിവുണ്ടെങ്കിൽ പിതാവ് നൽകണം. പിതാവ് ദരിദ്രനാണെങ്കിൽ കുട്ടികളുടെ സംരക്ഷണ ചെലവ് ബാധ്യതയുള്ള വല്ലുപ്പ നൽകണം. ജോലി ചെയ്ത് ജീവിക്കുന്ന മകൻ്റെ സക്കാത്ത് പിതാവ് നൽകേണ്ടതുണ്ടോ? ഇല്ല. പ്രായപൂർത്തിയായ സ്വന്തമായി സമ്പാദിക്കുന്ന മകൻ്റെ സക്കാത്ത് അവൻ തന്നെ നൽകണം. ദരിദ്രനായ പിതാവിൻ്റെ സക്കാത്ത് മകൻ നൽകേണ്ടതുണ്ടോ? അതെ. ദരിദ്രരായ മാതാപിതാക്കളുടെ സംരക്ഷണ ചെലവ് മകന് നിർബന്ധമായതിനാൽ അവരുടെ സക്കാത്തും മകൻ നൽകണം. വീട്ടുജോലിക്കാർക്ക് വേണ്ടി വീട്ടുടമ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? ഇല്ല. വീട്ടുടമ നൽകേണ്ടതില്ല. അവർ തന്നെ നൽകണം. ഒരാൾക്ക് തൻ്റെ മാതാപിതാക്കളുടെ സക്കാത്ത് നിർബന്ധമാകുന്ന സാഹചര്യം ഏതാണ്? മാതാപിതാക്കൾക്ക് സ്വന്തമായി സക്കാത്ത് നൽകാൻ കഴിവില്ലാതിരിക്കുകയും എന്നാൽ മകന് അതിനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. അമുസ്ലിമായ ഭാര്യയുടെ സക്കാത്ത് മുസ്ലിമായ ഭർത്താവ് നൽകേണ്ടതുണ്ടോ? ഇല്ല. സക്കാത്ത് സാധുവാകാൻ ഇസ്ലാം നിർബന്ധമാണ്. സ്വന്തം സക്കാത്ത് നൽകാൻ വകയില്ലാത്തവൻ മറ്റുള്ളവരുടെ സക്കാത്ത് നൽകണോ? ഇല്ല. തനിക്കും കുടുംബത്തിനും കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിലേ മറ്റുള്ളവരേണ്ടത് നൽകേണ്ടതുള്ളൂ. സംരക്ഷണ ചെലവ് അഥവാ നഫക്ക നിർബന്ധമില്ലാത്ത ബന്ധുക്കളുടെ സക്കാത്ത് നൽകേണ്ടതുണ്ടോ? ഇല്ല, നിർബന്ധമില്ല.
ഷാഫിഈ മദ്ഹബ് പ്രകാരം നൽകേണ്ട അളവ് എത്രയാണ്? ഒരാൾക്ക് ഒരു സ്വാൾ എന്ന അളവാണ് നൽകേണ്ടത്. ഒരു സ്വാ എന്നാൽ ഏകദേശം എത്ര കിലോ വരും? അഥവാ കേരളത്തിലെ കണക്കനുസരിച്ച് ഏകദേശം 3 ലിറ്റർ 200 മില്ലി വരും. ഇത് തൂക്കത്തിലേക്ക് മാറ്റുമ്പോൾ അരിയുടെ സ്വഭാവമനുസരിച്ച് ഏകദേശം 2.5 കിലോ മുതൽ 3 കിലോ വരെ വരും. സൂക്ഷ്മതക്ക് 3 കിലോ നൽകുന്നതാണ് ഉത്തമം. സക്കാത്തായി നൽകേണ്ട ഉത്തമമായ വസ്തു ഏതാണ്? ആ നാട്ടിലെ മുഖ്യ ആഹാരമായ ധാന്യം. ഉദാഹരണത്തിന് കേരളത്തിൽ അരി. അരിക്ക് പകരം അതിൻ്റെ വില നൽകിയാൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം ശരിയാകുമോ? ഇല്ല. ഷാഫിഈ മദ്ഹബിൽ വില അഥവാ പണം നൽകിയാൽ സക്കാത്ത് വീടുകയില്ല. ധാന്യം തന്നെ നൽകണം. പുഴുങ്ങലരിയാണോ പച്ചരിയാണോ സക്കാത്തിന് നല്ലത്? തൊലി പൂർണ്ണമായി നീക്കിയതിനാൽ പച്ചരിയാണ് പൂർണ്ണത. എന്നാൽ നാട്ടിൽ കൂടുതലായി ഉപയോഗിക്കുന്നതും ആളുകൾക്ക് താൽപ്പര്യമുള്ളതും പുഴുങ്ങലരിയാണെങ്കിൽ അത് നൽകാം. ഗുണനിലവാരം കുറഞ്ഞ അരി സക്കാത്തായി നൽകാൻ പാടുണ്ടോ? പാടില്ല. ഗുണനിലവാരം കുറഞ്ഞത് നൽകരുത്. ഒരാൾ കഴിക്കുന്നതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള അരി സക്കാത്തായി നൽകിയാൽ മതിയോ? പോരാ. താൻ സാധാരണ കഴിക്കുന്ന അതേ നിലവാരമുള്ളതോ അതിനേക്കാൾ മികച്ചതോ നൽകണം. ധാന്യമല്ലാത്ത മറ്റ് ഭക്ഷണ സാധനങ്ങൾ, ഉദാഹരണം മാംസം, പാല് നൽകിയാൽ സക്കാത്ത് വീടുമോ? ഇല്ല. മുഖ്യ ആഹാരമായ ധാന്യം തന്നെ നൽകണം. നാട്ടിലെ പൊതുഭക്ഷണം അരിയല്ലെങ്കിൽ മറ്റൊന്ന് നൽകാൻ പാടുണ്ടോ? അതെ. ആ നാട്ടിലെ മുഖ്യ ആഹാരം ഗോതമ്പോ മറ്റെന്തെങ്കിലോ ആണെങ്കിൽ അത് നൽകണം. സക്കാത്ത് നൽകുന്ന അരിയിൽ വണ്ടോ കല്ലോ ഉണ്ടാവാൻ പാടുണ്ടോ? പാടില്ല. കേടുപാടുകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത നല്ല അരിയായിരിക്കണം നൽകേണ്ടത്. അരിയില്ലാത്ത മറ്റു വല്ല പദാർത്ഥങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ര അളവ് അരി തന്നെ നൽകൽ അനിവാര്യമാണ്. അഥവാ ഒരു സ്വാൾ അരി തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. റമദാൻ 1-ാം തീയതി സക്കാത്ത് നൽകൽ അനുവദനീയമാണോ? അതെ. റമദാൻ മാസം ആരംഭിച്ചത് മുതൽ ഫിത്ർ സക്കാത്ത് മുൻകൂറായി നൽകൽ അനുവദനീയമാണ്. നൽകപ്പെടുന്ന വ്യക്തിക്ക് നിർബന്ധമാകുന്ന സമയത്ത് സക്കാത്തിന് അർഹത ഉണ്ടായിരിക്കണമെന്ന് മാത്രം. സക്കാത്ത് നൽകാൻ ഏറ്റവും ഉത്തമമായ സമയമേതാണ്? പെരുന്നാൾ ദിവസം രാവിലെ ഈദ് നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പുള്ള സമയമാണ് ഏറ്റവും ഉത്തമം. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം സക്കാത്ത് നൽകുന്നത് കറാഹത്താണോ? അതെ. പെരുന്നാൾ നിസ്കാരശേഷം നൽകൽ കറാഹത്താണ്. സക്കാത്ത് നൽകുന്നത് പെരുന്നാൾ ദിവസത്തേക്കാൾ വൈകിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല. തക്കതായ കാരണമില്ലാതെ പെരുന്നാൾ ദിവസം കടത്തിവിടുന്നത് ഹറാമാണ് അഥവാ നിഷിദ്ധമാണ്. കാരണമില്ലാതെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ വൈകിപ്പിച്ചാലുള്ള വിധി എന്താണ്? അവൻ കുറ്റക്കാരനാകും. എങ്കിലും അത് പിന്നീട് ഖളാ ആയി നൽകൽ നിർബന്ധമാണ്. യാത്രയിലുള്ള ഒരാൾ എവിടെയാണ് സക്കാത്ത് നൽകേണ്ടത്? പെരുന്നാൾ രാവ് പ്രവേശിക്കുമ്പോൾ അഥവാ റമദാൻ അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുമ്പോൾ താൻ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലെ അവകാശികൾക്കാണ് നൽകേണ്ടത്. ജോലി ആവശ്യത്തിനായി വിദേശത്തുള്ളവർ എവിടെയാണ് സക്കാത്ത് നൽകേണ്ടത്? അവർ എവിടെയാണോ ഉള്ളത് അവിടെയാണ് നൽകേണ്ടത്. നാട്ടിലുള്ള കുടുംബത്തിന് വേണ്ടി വിദേശത്തുള്ളവർ നാട്ടിൽ സക്കാത്ത് നൽകിയാൽ മതിയോ? നാട്ടിലുള്ള കുടുംബത്തിൻ്റെ സക്കാത്ത് നാട്ടിൽ തന്നെയാണ് നൽകേണ്ടത്. അതിനാൽ നാട്ടിൽ വക്കീലിനെ അഥവാ പ്രതിനിധിയെ ഏൽപ്പിക്കാം. എന്നാൽ വിദേശത്തുള്ള വ്യക്തിയുടെ സ്വന്തം സക്കാത്ത് വിദേശത്ത് തന്നെയാണ് നൽകേണ്ടത്. സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ അഥവാ നഖലു സക്കാത്ത് ഷാഫിഈ മദ്ഹബിൽ അനുവദനീയമാണോ? ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ അനുവദനീയമല്ല. തൻ്റെ നാട്ടിൽ അവകാശികൾ ഒട്ടുമില്ലെങ്കിൽ മാത്രമേ മറ്റൊരു നാട്ടിലേക്ക് മാറ്റാവൂ. സക്കാത്ത് നൽകുമ്പോൾ
നിയ്യത്ത് നിർബന്ധമാണോ? അതെ, ഇത് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഫിത്ർ സക്കാത്താണ് എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. നൽകുമ്പോഴോ മാറ്റി വെക്കുമ്പോഴോ ആണ് ഈ നിയ്യത്ത് വെക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യേണ്ടത് ആരാണ്? അവരുടെ സക്കാത്ത് നൽകുന്ന രക്ഷിതാവ് അഥവാ പിതാവ് അല്ലെങ്കിൽ വല്യുപ്പ. വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? വക്കീലിനെ അഥവാ പ്രതിനിധിയെ അരി ഏൽപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ വക്കീൽ അത് അവകാശികൾക്ക് വിതരണം ചെയ്യുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യാം. ആർക്കാണ് നൽകേണ്ടത്? അവകാശികൾക്ക് നൽകുക എന്നതാണ് രണ്ടാം നിബന്ധന. സക്കാത്തിനുള്ള നിശ്ചിത അവകാശികളെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിർണയിച്ചിട്ടുണ്ട്. ഫക്കീർ, മിസ്കീൻ, നവമുസ്ലിങ്ങൾ, കടബാധ്യതയുള്ളവർ, മോചനപത്രം എഴുതപ്പെട്ട അടിമ, യാത്രക്കാർ, സക്കാത്ത് സംബന്ധമായ ജോലിക്കാർ, യോദ്ധാവ് എന്നിവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. സ്വന്തം കുടുംബത്തിലെ ദരിദ്രർക്ക് സക്കാത്ത് നൽകാൻ പാടുണ്ടോ? തീർച്ചയായും. തനിക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത കുടുംബത്തിലെ ദരിദ്രർക്ക് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. കുടുംബബന്ധം ചേർക്കലും സക്കാത്ത് നൽകലും ഇതിലൂടെ ഒരുമിച്ച് ലഭിക്കും. അമുസ്ലിങ്ങൾക്ക് ഫിത്ർ സക്കാത്ത് നൽകാൻ പാടുണ്ടോ? പാടില്ല. സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. എന്നാൽ മറ്റ് സാധാരണ ദാനധർമ്മങ്ങൾ ആർക്കും നൽകാം. കടബാധ്യതയുള്ളവർക്ക് ഫിത്ർ സക്കാത്തിന് അർഹതയുണ്ടോ? അതെ. അനുവദനീയമായ കാര്യത്തിന് കടം വാങ്ങി അത് വീട്ടാൻ വഴിയില്ലാത്തവർ സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടവരാണ്. സക്കാത്ത് വാങ്ങുന്നവർ അത് അപ്പോൾ തന്നെ ഭക്ഷിക്കണമെന്നുണ്ടോ? ഇല്ല. അവർക്ക് അത് സൂക്ഷിച്ചു വെക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. ലഭിച്ച സക്കാത്ത് അരി വിൽക്കാൻ വാങ്ങിയ ആൾക്ക് അനുവാദമുണ്ടോ? അതെ. സക്കാത്തായി ലഭിക്കുന്നതോടെ ആ വസ്തുവിന്മേൽ അവർക്ക് പൂർണ്ണ ഉടമസ്ഥാവകാശം ലഭിക്കുന്നു. അതിനാൽ അവർക്കത് വിൽക്കാവുന്നതാണ്. ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ഭർത്താവിനാണ്. ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ, ഭാര്യയ്ക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും ഭാര്യ നൽകൽ നിർബന്ധമില്ല. പക്ഷേ സുന്നത്തുണ്ട്. ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അതേസമയം ഭർത്താവിനോട് പിണങ്ങിയ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് നിർബന്ധമില്ല. അവൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവൾ നൽകൽ നിർബന്ധമാണ്. ധാന്യത്തിന് പകരം വില നൽകാമോ? ധാന്യത്തിൻ്റെ വില നൽകലും മതിയാവില്ല. തുഹ്ഫ 3:324. വില നൽകിയാൽ മതിയാകില്ലെന്ന് ഷാഫിഈ മദ്ഹബിൽ തർക്കമില്ലെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായ 3:123 ഇമാം ഖതീബ് ഷിർബീനി റളിയല്ലാഹു അൻഹു മുഗ്നി 1:407 പറഞ്ഞിട്ടുണ്ട്. നിയ്യത്ത് എങ്ങനെ, എപ്പോൾ? സക്കാത്ത് വിതരണത്തിന് 2 നിബന്ധനകളുണ്ട്. ഒന്ന്, നിയ്യത്ത്. ഇത് എൻ്റെ ഫിത്ർ സക്കാത്താകുന്നു, നിർബന്ധമായ സക്കാത്താകുന്നു എന്നെല്ലാം നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അവകാശികൾക്ക് നൽകുന്ന സമയത്തോ സക്കാത്ത് നൽകാനുള്ള വിഹിതം മാറ്റിവെക്കുന്ന സമയത്തോ മാറ്റിവെച്ചതിന് ശേഷം അവകാശികൾക്ക് നൽകുന്നതിന് മുമ്പോ നിയ്യത്ത് ചെയ്യൽ മതിയാകുന്നതാണ്. സക്കാത്ത് നൽകാൻ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഏൽപ്പിക്കപ്പെടുന്നവന് സക്കാത്ത് കൈമാറുമ്പോൾ നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. നിയ്യത്ത് ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. ഏൽപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? നിയ്യത്ത് ഏൽപ്പിക്കപ്പെടുന്നയാൾ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ളവനും മുസ്ലിമായിരിക്കണമെന്ന നിബന്ധനയുമുണ്ട്. നിശ്ചിത വ്യക്തിയിലേക്ക് സക്കാത്ത് എത്തിച്ചു കൊടുക്കുന്നതിന് അമുസ്ലിമിനെ ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. സക്കാത്ത് വിതരണത്തിന് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് മാത്രം ബാധ്യത തീരുകയില്ല. ഏൽപ്പിക്കപ്പെട്ടവർ അവകാശികൾക്ക് നൽകിയാലാണ് സക്കാത്ത് വീടുകയുള്ളൂ.